ആശിഖായിരുന്നു കൊണ്ടൂർ ഉസ്താദ്. എത്ര ഇഷ്കിന്റെ കവിതകൾ. പച്ചക്കുബ്ബ നോക്കിക്കൊണ്ട് ഞാൻ മദീനത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കൊണ്ടൂർ ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ആ ടൈമിൽ അതിന്റെ മുഖം തന്നെ മാറി. എന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഖുബ്ബയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഒരു ബേജാറിന്റെ ശൈലിയിൽ, എന്താ നീ ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ മുമ്പ് എന്നോട് ദ്വാരക്കാൻ പറയാ, കയ്യുമുത്ത് ചെയ്യരുത്, അത് ചെയ്യരുത്, അള്ളാഹിന്റെ റസൂൽ മുമ്പ് അത് ചെയ്യരുത് എന്നാണ് എന്നോട് സൂചിപ്പിച്ചത്. ഭയങ്കര ആശിഖായിരുന്നു. ആ പച്ചക്കുബയിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ചൊല്ലിയ കവിതകൾ. ഒരു ദിവസം മദീന റൂമിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരാം. അപ്പണ്ട് ഒരു വലിയൊരു സംഘം നീങ്ങുന്നു. അവർ നീങ്ങുന്നത് അറിയുന്നില്ല, അത്രയും മെല്ലെ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. ഭാരത്ര ബഹുമാനത്തിൽ എത്ര അകലെന്നാണ് ഈ ബഹുമാനം കാണിക്കുന്നത്. ഒപ്പമുള്ള ഹാജിമാര് മെല്ലെ മെല്ലെ നീങ്ങുന്നത് അറിയുന്നില്ല. ഞാൻ അങ്ങ് ദൂരന്നു നടന്ന് എൻ്റെ സാധാരണ നടന്നിട്ട് അവരടുത്തേക്ക് എത്തുമ്പോൾ അവർ അല്പം നീങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ യാസീൻ ഗ്രൂപ്പ് മുന്നിലേക്ക് എന്ന് ഞാൻ കൊണ്ടൂർ ഉസ്താദായിരിക്കും മുന്നിലുണ്ടാകുക. അതാണ് ആ നടത്തം. അങ്ങനെ അത്രയും ബഹുമാനമാണ്. മദീന ഭൂമിയെ തന്നെ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിച്ചിട്ട് അതിനും പറമ്പില്ല സഹോദരന്മാരെ. എങ്ങനെയും ബഹുമാനിക്കാം. അതല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ സാധനങ്ങളിൽ, എന്നല്ല ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നത് ഏതാണ്? അയാളുടെ ചെരുപ്പാണ്. ആ ചെരുപ്പല്ലേ തലയിൽ പേറി നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ. AP ഉസ്താദിന്റെ തൊപ്പി എടുത്തു നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാൽ തങ്ങൾ പാപ്പാന്റെ തൊപ്പി എടുത്തു നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. അങ്ങനെ തന്നെ സാലിഹ്യങ്ങളൊക്കെ. ബഹുമാനത്തിന് അതിരും പരവുമില്ല. എങ്ങനെ ബഹുമാനിക്കണം? എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യല് ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. ഫതുൽമീൽ പറഞ്ഞിട്ടുണ്ട്, സുജൂദ് ബഅദിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. അത് ഹറാമാണ്, അത് പാടില്ല, ഹറാമാണ്, കുറ്റകരമാണ്. എങ്ങനെയും ബഹുമാനിക്കാം. ചുംബനവും അതുപോലെ തന്നെ എത്രയോ മഖബറകളിലൊക്കെ ചുംബിക്കുന്നത് കാണുമ്പോൾ ചില സുന്നികൾ തന്നെ അങ്ങനും ചെയ്യരുത് അറിയും. മഖബറ ചുംബിക്കുന്നതിന് ഒരു തകരാറുമില്ല. മന്ദൂബുൻ ഇൻദ റംലി, ഇസ്മുദ്ദീനയിൽ കാണാം, അത് സുന്നത്തായ കർമ്മമാണ്. ഇമാം റംലി തങ്ങൾ അത് പറഞ്ഞിരിക്കുന്നു. മഹാന്മാരെ ഖബർ ചുംബിക്കുന്നത്, ഖബർ മുകളിലിട്ട പുടകൾ ചുംബിക്കുന്നത് ഒക്കെ നല്ലതാണ്. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലയിലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതേ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗദയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്. എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കൊണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഫൗനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ റസൂലുള്ളാഹിനെ കണ്ടില്ല. ഇതെന്നോട് കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞതാ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണുന്നവരാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് നവ്വറല്ലാഹു മർഖദഹു അഹ്മദ് മുസ്ലിയാർ, അല്ലാഹുവിന്റെ റസൂലിനെ എത്രയോ കണ്ടവരാ. അപ്പൊ നബീനെ കാണാനുള്ള പൂതി നമ്മൾ മഹാന്മാരോട് പറയല്ലേ, എനിക്കൊന്ന് ദ്വാരക്കണം, അതും നല്ലതാ. മഹാന്മാര് പറഞ്ഞാൽ നമുക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എനിക്ക് കണ്ടമാനം ഫാത്തിഹ ഓതിയാലേ, കണക്കല്ലാതെ ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞവർ. ആയിഷ ബീവിനോട് പറയാം, എനിക്ക് റസൂലുള്ളാഹിനെ കാണിച്ചു തരണം. ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ ഒരിക്കലും റസൂലുള്ള വരാതിരിക്കില്ല. ഇങ്ങനൊക്കെ ട്രിക്കുകൾ അയിമത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ട എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ദ്വാരക്കാൻ പറയലുണ്ട് കണ്ണിയത്തിനോട്. പലരും എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. അപ്പൊ കണ്ണിയത്ത് പറയത്രേ, നബിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ഉറക്കത്തിലും കണ്ടിട്ടില്ലേ? കണ്ണിയത്ത് ചോദിക്കുന്ന ശൈലി നോക്കുങ്ങൾ. ഉറക്കത്തിലും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താ മനസ്സിലായത്? ഉറക്കത്തിൽ കാണുക എന്നുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ്. അത് എല്ലാവർക്കും കഴിയുന്ന ഒന്നാണെന്നല്ലേ ഇതിന് മനസ്സിലാകുന്നത്.